കുറേ ദിവസമായി നമ്മൾ മുതലപ്പുഴിക്കാരുടെ വിഷമം, മരണപ്പൊഴിയായ മുതലപ്പുഴിയുടെ നേർക്കാഴ്ചകൾ ഞങ്ങളുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ അഴിമുഖം അടഞ്ഞതോടെ മറുകരയിൽ വെള്ളപ്പൊക്ക ഭീഷണി എന്ന് ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നലെ പെയ്ത ചെറിയ മഴയിൽ തന്നെ അഞ്ചുതെങ്ങ് കായലിന്റെ ജലനിരപ്പ് ഉയർന്നു. അഞ്ചുതെങ്ങ് മാമ്പള്ളിയിലെ ഒരു ചെമ്മീൻ പാടത്തുനിന്ന് ആദിൽ പാലോട് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. മുതലപ്പുഴ അടഞ്ഞുകിടക്കുന്നതിനാൽ ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ മറുകരയിൽ വെള്ളം കയറി തുടങ്ങി. പുരയിടങ്ങളിലേക്കും വീടുകളുടെ മുറ്റത്തേക്കും വരെ വെള്ളം എത്തിയിട്ടുണ്ട്. ഇന്നലെ ചെറിയൊരു മഴയാണ് പെയ്തത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം ഒരു മത്സ്യ കർഷകന്റെ കൃഷിയിടമാണ്. ഈ മത്സ്യകൃഷി നടത്തുന്ന ഭാഗമാണ് എൻ്റെ ഇടതുവശത്ത് കാണുന്നത്. കൃത്രിമമായി ചെമ്മീന് ഓക്സിജൻ നൽകുന്ന സംവിധാനങ്ങളാണ് ഈ കറങ്ങുന്നത്. ഇവിടെ വെള്ളം കയറി പുറത്തേക്ക് വെള്ളം കയറി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നമ്മൾ കാണുന്ന കാഴ്ച. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗമൊക്കെ സാധാരണഗതിയിൽ കരയായി തറയായി കിടന്ന ഭാഗമാണ്. ആ ഭാഗത്തേക്കാണ് ഈ വലിയ തോതിൽ വരമ്പൊക്കെ കെട്ടി സൂക്ഷിച്ചിരുന്ന ഭാഗത്തു നിന്നും വരമ്പ് പൊട്ടി ഇപ്പുറത്തേക്ക് വെള്ളം കയറിയിരിക്കുന്നത്. എന്നോടൊപ്പം ഇവിടുത്തെ മത്സ്യ കർഷകനുണ്ട്. ഇപ്പം നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എമർജൻസി ഹാർവെസ്റ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ സൈസ് ആകാത്ത നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് പിടിച്ച് വിൽക്കാൻ പറ്റില്ല, അതിനുള്ള സൈസ് ഈ ചെമ്മീനുകൾക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രശ്നം. ഇതുപോലെ ഇപ്പം നിങ്ങൾ എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ പേടിക്കുന്നത്? ഇപ്പോൾ സാറേ, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്തേക്കുന്ന 17 ലക്ഷം ചെമ്മീനാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 60 ലക്ഷം രൂപ മൊത്തം വരും. അത് മാത്രമല്ല സാറേ, 6 പഞ്ചായത്തിൽ 500 ഇതുപോലത്തെ മത്സ്യ കർഷകരുണ്ട്. 500 മത്സ്യ കർഷകർ. അവർക്കൊക്കെ എത്ര രൂപയുടെ കൃഷി ഉണ്ടാവും? ഇതുപോലെ എന്നെക്കാളും വലിയ വലിയ ഫാമുകളുണ്ട്. 8 ഏക്കർ 10 ഏക്കറുള്ള ഫാംസുകളുണ്ട്. കോടിക്കണക്കിന് ഏകദേശം 250-300 കോടി രൂപ ഇൻവെസ്റ്റ്മെൻ്റാണ് ടോട്ടൽ ഉള്ളത്. ഇവിടെ നിന്ന് വെള്ളം മറ്റു ഭാഗത്തേക്ക് പമ്പ് ചെയ്ത് കളയാനുള്ള ശ്രമമൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വിജയിക്കില്ല സാറേ. ആ കായലിലെ മൊത്തം വെള്ളം പമ്പ് ചെയ്ത പോലെ ഇരിക്കും. അത്ര ഇപ്പോൾ കായലിൽ വെള്ളം കയറുന്നുണ്ട്. അതെ, അത്രയും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇപ്പോൾ അവരെ വള്ളക്കാരെ ബോട്ടുകാരെ നമ്മളവരെ കുറ്റം പറയാനാണല്ലോ. അവർക്ക് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവരും നമ്മുടെ സഹകരിക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ തുറന്നു കൊടുക്കാതെ നിങ്ങളൊന്ന് സഹകരിക്കണം എന്നാണ് മത്സ്യത്തൊഴിലാളികളോട് ഇവിടെയുള്ള മത്സ്യ കർഷകർക്ക് പറയാനുള്ളത്. അത്രേ ഉള്ളൂ, അതേ ഉള്ളൂ. നമുക്ക് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ അവസ്ഥ നമുക്കറിയാം, നമ്മൾ കാണുന്നതാണ്. മാത്രമല്ല, ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയാൽ ആയിരക്കണക്കിന് വീടുകളുണ്ട് ഈ പഞ്ചായത്തുകളിൽ. അതുകൂടി ബുദ്ധിമുട്ടാണ്. അതെ, ഓൾറെഡി പിന്നെ 4 വെള്ളത്തിലായി പല ഏരിയകളും. ഒരുപാട് പാവങ്ങളുടെ വീട്. അതൊക്കെ എന്ന് വെച്ചാൽ വെള്ളം എത്തി പലയിടത്തും. അതെ, മുറ്റത്ത് 2-3 തവണ വെള്ളം കയറിയതാണ്. ഇതൊക്കെ ഇടിഞ്ഞ് താഴെ പോകും. അപ്പോൾ എന്താണ് കോമൺ ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ന്യായമായ ആവശ്യമാണ്. അവർക്കെതിരെ വിമർശനമൊന്നുമില്ല, പക്ഷേ അവരുടെയും പ്രശ്നമുണ്ട്. ഇതൊക്കെ കണ്ട് ഒരു സഹകരണ മനോഭാവത്തിൽ കാര്യങ്ങൾ നീക്കണം, സർക്കാർ ഇടപെടണം, മത്സ്യത്തൊഴിലാളികൾ സഹകരിക്കണം എന്നാണ് ഇവിടെയുള്ള മത്സ്യ കർഷകർക്ക് പറയാനുള്ളത്. ഈ മത്സ്യ കർഷകരുടെ മാത്രം പ്രശ്നമല്ല, ഇവിടെ താമസിക്കുന്ന 5 പഞ്ചായത്തുകളിൽ വെള്ളം കയറുമെന്ന് സർക്കാരിൻ്റെ തന്നെ റിപ്പോർട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടിലേക്ക്, ഗുരുതരമായ ഒരു അപകട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന ഗൗരവമുള്ള വിഷയമാണ് ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ച. അഞ്ചുതെങ്ങ് മാമ്പള്ളിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.